ആ കണ്ണൻ്റെ അടുത്തു നിന്നാണ് ഞാൻ മേടിച്ചത്. ആ മേടിച്ചിട്ട് അദ്ദേഹം ഈ നാടൻ പശുക്കളെ മാത്രം വളർത്തുന്നതല്ല, കാരണം പുള്ളി കൊണ്ടുവരും, നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കും. ഇപ്പോൾ സമയമില്ലാത്ത കാരണം നമ്മൾ ഈ പൊടിയായിട്ട് മാത്രം കൊടുക്കുന്നത്. വരലയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് ഒരു 120 രൂപയോളം നമുക്ക് അതിന് ലാഭം കിട്ടും. അതിനുണ്ട്. ശരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളത്തേക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇത് തീരുമ്പോൾ അടുത്ത് റെഡിയാക്കി വെക്കും. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന കുന്നുകര വയൽക്കരയിലുള്ള സതീഷേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ സതീഷേട്ടൻ കൃഷ്ണ പശുവിനെ വളർത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഈ ഒരു പശു വളർത്തുന്ന മൂലം ഒരു മാസം 5000 രൂപയോളം ലഭിക്കുന്നുണ്ട്. ഇതിനായി ഇദ്ദേഹം പാൽ ഉൽപാദനത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ചാണകം, ഗോമൂത്രം എന്നിവയുടെ ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സതീഷേട്ടന്റെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സതീഷ് ചേട്ടൻ. ചേട്ടയുടെ പറഞ്ഞ ഫാമിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഈ ഒരു കൃഷ്ണ പശുവിന്റെ വളർത്തൽ എത്ര നാളായിട്ടാണ്? ഞാൻ 2 വർഷമായി. 2 വർഷമായി. ഇതിനു മുമ്പും വേറെ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഈ കൃഷ്ണ തന്നെയായിരുന്നു. പിന്നെ കൃഷ്ണ ഉണ്ടായിരുന്നു, പൂങ്കന്നൂർ ക്രോസ് ഉണ്ടായിരുന്നു, പിന്നെ വില്ലുവാതിരി ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കൊടുത്തിട്ടാണ് ഇത് കൃഷ്ണയെ തന്നെ മേടിച്ചത്. 8 മാസം ചെനയായിട്ട് മേടിച്ചതാണ്. ഇപ്പം 2ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ മൂരിക്കുട്ടനായിരുന്നു. മൂരിക്കുട്ടനെ നമുക്ക് വഴിപാടായിട്ട് കൊടുത്തു. 2ാമത്തെ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ല, കാരണം 1ാമത്തെ വലിയ പ്രശ്നക്കാരനല്ല. പിന്നെ വെച്ചൂരാണ്. വെച്ചൂര് കുത്തിവെച്ചത്. കൃഷ്ണനെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചൂരാണ് ഉണ്ടായിരുന്നത്. എനിക്ക് പൂങ്കന്നൂരാണ് കൂടുതൽ താല്പര്യം. കൃഷ്ണയെക്കാളും കൂടുതൽ താല്പര്യവും പൂങ്കന്നൂരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് അന്ന് വെച്ചൂരുണ്ടായിരുന്നു. അപ്പോൾ വെച്ചൂരുള്ളപ്പോൾ അദ്ദേഹത്തിന് വെച്ചൂര് അടുത്ത പ്രാവശ്യം പൂങ്കന്നൂരിനെ കുത്തിവെക്കാന്ന് പറഞ്ഞേക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കഴിഞ്ഞാലേ ഒറിജിനൽ ബ്രീഡിനെ നമുക്ക് കിട്ടുള്ളൂ. 5 തവണ പ്രസവിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒറിജിനൽ ബ്രീഡിനെ കിട്ടുള്ളൂ. അപ്പം അങ്ങനൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിപ്പോ ഒറിജിനൽ കൃഷ്ണയും വെച്ചൂരും ക്രോസാണ്. ഇപ്പൊ ഒരു 5 പ്രാവശ്യം കഴിഞ്ഞാലേ ഇത് പെണ്ണായിരുന്നെങ്കിൽ ഇതിനെ കുത്തിവെച്ചിട്ടുണ്ടാവണത് വെച്ചൂര് തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ ഈ വെച്ചൂരിൽ നിന്ന് തന്നെയാണ് ഒറിജിനൽ വെച്ചൂര് നമുക്ക് ഉണ്ടാവുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഇതിപ്പോ 2 പ്രസവം കഴിഞ്ഞു. ഈ ഒരു നാടൻ പശുവിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള എനിക്ക് പണ്ട് മുതലേ നാടൻ പശുവിനോടായിരുന്നു താല്പര്യം. പണ്ടും ഇവിടെ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്നവരെ നാടൻ പശുക്കളുണ്ടായിരുന്നു. 10-12 പശുക്കളുണ്ടായിരുന്നു. 2 കാളയുണ്ടായിരുന്നു. കൃഷിയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ആ കൃഷി സ്ഥലത്തേക്ക് മറ്റേ പണ്ട് ഏർക്കാളയായിരുന്നല്ലോ, കാളയെ കൊണ്ട് ഒഴുതിരുന്നത്. അപ്പൊ അന്ന് കാളയുണ്ടായിരുന്നു, 2 എരുമയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശീലം തുറന്ന് വന്ന് അവസാനം എനിക്കൊരു ആഗ്രഹം നാടൻ പശുവിനെ വളർത്താന്നുള്ളത്. ഇതിനെ കറക്കണുണ്ട്. ഇതിനിപ്പോ രാവിലെ 2 ലിറ്റർ, വൈകിട്ട് 1 ലിറ്റർ, 3 ലിറ്റർ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. പിന്നെ ചേച്ചിമാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് റൂറൽ ബാങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ലാഭകരമായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം വൈക്കോലും വേറെ തീറ്റ ചെലവുകൾ കാര്യമായിട്ടില്ല. ചോളത്തവിട്, അരിത്തവിട്, ഈ കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, അതെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം അതിൽ അത് മാത്രം വേറെ തീറ്റപ്പലിൻ്റെ കാര്യത്തീറ്റയുടെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം അത് കാരണം നമുക്ക് നല്ല ഏറ്റവും മിൽക്ക് കിട്ടും. നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അതിന് ഗോമൂത്രത്തിന് ഔഷധമുണ്ട്, ചാണകത്തിന്. അതെ, ഇല്ല. അതെ. ഈ നമ്മുടെ ചാണകം കണ്ടോ, സാധാരണ മറ്റേ പശുക്കളുടെ പോലെയല്ല, വളരെ തിക്കായിട്ടുള്ള ചാണകമാണ് ഇത്. ഗോമൂത്രം നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല.
നല്ല സൂപ്പറാണ്. പിന്നെ ഇത് നമ്മള് വരളിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചാണകപ്പൊടിയാണ് എൻ്റെ മെയിൻ ഇപ്പോൾ. കാരണം എന്താ ജോലിയും കൂടി ഉള്ള കാരണം സമയമില്ലാത്ത കാരണം ഇപ്പോൾ ചാണകപ്പൊടി മാത്രമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വരളിയും കൂടി ഉണ്ടാക്കി വിൽപ്പനയ്ക്കുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൂടി ചെയ്യണം. അപ്പോൾ ഇതിന് 3 ലിറ്റർ പാലുൽപാദനമാണല്ലോ. അപ്പോൾ എത്രത്തോളം നമ്മൾ വിൽക്കുന്നുണ്ട്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 ലിറ്റർ മാത്രമേ ഇവിടെ എടുക്കണുള്ളൂ. ബാക്കി 2.5 ലിറ്റർ നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിമാർക്ക് 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ റൂറൽ ബാങ്കിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കും? അത് നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കണം. 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തോരം കാണാം? അപ്പോൾ ശരിക്കും 2.5 ലിറ്റർ പാല് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുണ്ട്. ആ 2.5 ലിറ്ററിന് ആവശ്യക്കാരുണ്ട്. 2.5 ലിറ്ററിന് ആവശ്യക്കാരുണ്ട്. ബാക്കി വേസ്റ്റ് ആയിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ഇത്രത്തോളം തീറ്റയ്ക്ക് ചെലവ് നമ്മൾ വൈക്കോല് നമ്മുടെ ഇവിടെ കയ്യിലുള്ള കാരണം പിന്നെ വലിയ ചെലവില്ല. പിന്നെ ആ കൃഷിയുള്ള കാരണം പിന്നെ അരിത്തവിടും നമ്മൾ ഇവിടെ നെല്ല് കുത്തിച്ചുണ്ടാക്കണ തവിടാണ്. പിന്നെ ചോളത്തോടും മറ്റേ കപ്പലണ്ടി പിണ്ണാക്ക് മാത്രമേ നമ്മൾ പുറമേ നിന്ന് മേടിക്കണുള്ളൂ. തേങ്ങാപ്പിണ്ണാക്ക് നമുക്ക് ഈ കൊപ്ര ആട്ടിക്കുമ്പോൾ പരിസരങ്ങളിലുള്ള ആൾക്കാർ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അത് കാരണം വലിയ കാര്യമായിട്ടുള്ള ചെലവ് നമുക്ക് വരണല്ലേ. എങ്ങനെ വന്നാലും 150 രൂപ ഏതാണ്ട് അത്ര ചെലവ് വരണു. ഇല്ല കാരണം കൃഷിയുള്ള കാരണം നമുക്ക് ചെലവ് വരുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു 150 രൂപ. പിന്നെ നമുക്ക് ചാണകപ്പൊടിയിൽ നിന്ന് നമുക്കൊരു 10-300 രൂപ വെച്ച് ഒരു ചാക്കിന് അത് 15-20 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനും ഔഷധ ഗുണമുള്ള കാരണം വാങ്ങിക്കുന്നുണ്ട്. ചേട്ടന് കൃഷിയുള്ള കാരണം ചേട്ടൻ തന്നെയാണ്. ചാണകം നമുക്ക് നാടൻ കോഴിയെ വളർത്തുന്നുണ്ട്. ആ നാടൻ കോഴിയെ വളർത്തുമ്പോൾ നമുക്കത് കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഭംഗിയായിട്ട് പൊടിച്ചു തരും. അതെ തന്നെ തുറക്കാം. പിന്നല്ലേ ഇല്ല. അതേപടി കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് എന്തെങ്കിലും മറ്റേ നെല്ലോ പതിരോ പിന്നെ മറ്റേ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ അടുക്കള വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഭംഗിയായിട്ട് തിന്നോളുകയും ചെയ്യും പൊടിച്ച്. അതെ, അപ്പോൾ നമുക്ക് അടുക്കള വേസ്റ്റും വെറുതെ പോണില്ല. ബാക്കിയുള്ള പിന്നെ നമുക്ക് കപ്പയുടെ തണ്ട്, വാഴയുടെ ഇല, കുടപ്പൻ, പിണ്ടി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവര് ഭംഗിയായിട്ട് തിന്നോളുകയും ചെയ്യും. ഇത് കലക്കി വെച്ചേക്കണതാ. വെറുതെ ഇട്ടിട്ട് മറ്റേ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഗോമൂത്രം കൂടി വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു 7 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇതിൻ്റെ 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് വിളകളുടെ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വളം ഇട്ട് കൊടുക്കണം. ഒരു വളം ഇട്ട് കൊടുക്കണ്ട. ഇവിടെ ഉള്ള വിളകൾക്ക് കംപ്ലീറ്റ് ഇത് മാത്രം ഉപയോഗിക്കണം. പുറമേ നമ്മൾ വേറെ വളം മേടിക്കുന്നില്ല. ഈ പശുവിന്റെ വളം ഇത് നമുക്ക് ശരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളത്തേക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതിപ്പോ ഇത് തീരുമ്പോ അടുത്ത് റെഡിയാക്കി വെക്കും. അങ്ങനെ ശരിക്കും വരെ ഇത് മാത്രം നമ്മൾ വേറെ ഒരു വളം മേടിക്കാറില്ല. നമുക്കൊരു മാസം ഒരു 500 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ വാരി ചാക്കിലേക്ക് വെക്കും. ചാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ കൊടുക്കും. നമുക്ക് ശരിക്കും ഏതാണ്ട് ഒരു 2500-3000 അടുത്ത് നമുക്കൊരു മാസം നമുക്ക് ഈ വളങ്ങളായിട്ട് മാത്രം ഈ സ്ലറി. അപ്പോൾ അതിൻ്റെയൊക്കെ ലാഭം നോക്കി കഴിയുമ്പോൾ നമ്മൾ പച്ചക്കറി വളം മേടിക്കുന്ന ലാഭം നോക്കി കഴിയുമ്പോൾ അതിനൊരു 10-3000 രൂപ നമുക്ക് ഏതാണ്ട് നമ്മളുടെ പച്ചക്കറി ഉള്ള കാരണം, കൃഷിയുള്ള കാരണം പാടത്തേക്കും ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പശുവിനെ വളർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് വളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ചാണകം നമുക്ക് ഇപ്പൊ സമയമില്ലാത്ത കാരണം നമ്മൾ ഈ പൊടിയായിട്ട് മാത്രം കൊടുക്കുന്നത്. വരളിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് ഒരു 120 രൂപയോളം നമുക്ക് അതിന് ലാഭം കിട്ടും. അതിനുണ്ട്. അത് വരളിക്ക് ഇഷ്ടംപോലെ, കാരണം അഗ്നിഹോത്രം അതുപോലെ മറ്റേ പുകയ്ക്കാനായിട്ട്, കൊതുകിൻ്റെ പുകയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളത്. കാരണം ആ
പരിസരത്തെ കൊതുക് ഉണ്ടാവില്ല. പിന്നെ തിരി അല്ലേ? കൊതുക് തിരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഭസ്മം ഉണ്ടാക്കാൻ നല്ലതാണ് അത്. എല്ലാത്തിനും ശരിക്കും അത്യുത്തമമായിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ ചാണകം. അതെ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം കൂടെ ഒരു പ്രസവം ഉണ്ടാവും. അതെ തന്നെ, ഒരു വർഷത്തിൽ ഒരു പ്രസവം ഉണ്ടാവും. അതൊരു മെച്ചാണ്. ചെനപിടിക്കും. അപ്പൊ ഈ ഒരു കൃഷ്ണ ഇനത്തെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഒരെണ്ണം വാങ്ങിക്കോളാം, അപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ ഇതിന് എന്തെങ്കിലും കിട്ടാൻ, ഈ ഒരു ഇനത്തെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഇനത്തെ കിട്ടാനായിട്ട് എനിക്ക് തന്നത് നമ്മുടെ ഇളവൂരുള്ള ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. മനുവിനും മറ്റേ കൊടുത്തത് അവര് വഴിയാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്. പിന്നെ ഈ ഉല്ലാസ്, അടുവാശ്ശേരിയിൽ ഉല്ലാസുണ്ട്. ഉല്ലാസിന് ഈ പറഞ്ഞ പോലെ വെച്ചൂരും ഗീറൊക്കെ ഉള്ള, അപ്പോൾ അദ്ദേഹത്തിനായിട്ട് സംഭവിച്ചപ്പോൾ ഇങ്ങനെ കണ്ണൻ എന്നുള്ള നമ്പർ തന്ന് ആ കണ്ണൻ്റെ അടുത്തു നിന്നാണ് ഞാൻ മേടിച്ചത്. ആ മേടിച്ചിട്ട് അദ്ദേഹം ഈ നാടൻ പശുക്കളെ മാത്രം വളർത്തുന്നതല്ല, കാരണം പുള്ളി കൊണ്ടുവരും, നമ്മളെ ആവശ്യക്കാർക്ക് കൊടുക്കും. അതിനാണ് കാരണം അതിന് അദ്ദേഹം തന്നെയാണ് എനിക്ക് വില്ലുവാതിരയും ഈ പുങ്ങന്നൂർ ക്രോസിനെയൊക്കെ തന്നത്. അതെ. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നാടൻ പശുക്കളെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ തൊഴുത്തിലേക്ക് വരാവേ. അപ്പൊ ഈ തൊഴുത്ത് പണിയാൻ ഒരുപാട് നാളായോ? ഒരു 1.5 വർഷം. 1.5 വർഷമായുള്ളൂ. അപ്പം ഇതിപ്പോ എത്ര നാളെ ചേട്ടൻ ടോട്ടൽ നാടൻ പശുവിനെ വളർത്താൻ? 3-4 വർഷമായി. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ താൽക്കാലിക ഷെഡായിരുന്നു. ഇപ്പൊ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു തോന്നൽ തോന്നി, കാരണം ഇവരിങ്ങനെ നിർത്തിയാൽ ശരിയാവൂല, നമ്മൾ താമസിക്കുന്നത് അതിന്റെ അതേപോലെ തന്നെ ഇവർക്കും താമസിക്കാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം വേണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഇത് 1.5-2 വർഷത്തിന്റെ അടുത്തായി. ഏതാണ്ട് ഒരു 50,000 രൂപ നമുക്ക്. ഇത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. ഇതിന്റെ മുകളിലേക്ക് ഒരെണ്ണോടി പണിയാനായിട്ടും പാകത്തിലുള്ള ഫൗണ്ടേഷൻ ഇട്ടാണ്. കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് ബെൽറ്റ് വാർത്ത്, അതിന്റെ മുകളിലും ബെൽറ്റ് വാർത്ത്, അടിയിൽ ബെൽറ്റ് വാർത്തിട്ട് അതിന്റെ മുകളിലും ബെൽറ്റ് വാർത്തിട്ടാണ് സ്ട്രോങ് ആയിട്ട് തന്നെ പണിതേക്കുന്നത്. ഇത് ശരിക്കും 10 അടി നീളം, 290 മീറ്റർ ഇതുമാണ് വീതിയാണ്. ഉറപ്പോടുകൂടി തന്നെ മേളിലേക്ക് പണിയാനായിട്ട് അത് ശരിക്കും ക്രോസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവയ്ക്കുകയും ചെയ്യാം, സ്റ്റോറായിട്ടൊക്കെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. പിന്നെ ചൂടേക്കാതിരിക്കാൻ വേണ്ടി ഓട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കുറച്ച്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വീട്ടിൽ നിന്ന് ഓട് കൊണ്ടുവന്നിട്ട് ആ ഓട് ചെയ്ത് തറയോട് നമ്മുടെ ചെങ്ങമനാട് പാലപ്രശ്ശേരിയിൽ ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് തറയോട് മേടിച്ചിട്ട്, കാരണം തണുപ്പ് നിൽക്കണം, ചൂട് നിൽക്കരുത്. കാരണം ഇതിന് ചൂട് സഹിക്കാൻ, നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് പരിപൂർണമായിട്ട് നമ്മളെ പോലെ തന്നെ നോക്കി അതേപോലെ തന്നെ കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സതീഷ് ചേട്ടൻ്റെ കൃഷ്ണ പശുവിൻ്റെ വിശേഷങ്ങളാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.